ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ കുറേ വർഷത്തെ ആഗ്രഹം ഇതാ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും, എന്താണ് സംഭവം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൃപയാൽ ഒരു വീഡിയോ ചെയ്തു. കത്തോലിക്ക സഭ മാറും എന്നുള്ളതായിരുന്നു ആ വീഡിയോയുടെ ടൈറ്റിൽ. ഞാൻ ആ ടൈറ്റിൽ ഇടാനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹവും ചിന്തയും കഴിഞ്ഞ കാലത്തെ ഒത്തിരി പ്രയത്നവും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയായിരുന്നു. വിശ്വാസികളിലൂടെ ദൈവത്തിൻ്റെ സഭയ്ക്ക് വലിയൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. എന്നാൽ താഴെ നിന്ന് മാറി തുടങ്ങുമെന്ന് ചിന്തിച്ച നമ്മളെല്ലാം അതിശയിപ്പിച്ചുകൊണ്ട് ഇതാ ഏറ്റവും ഉന്നതത്തിൽ നിന്നും സഭയ്ക്കൊരു വലിയൊരു മാറ്റത്തിൻ്റെ ഒരു വലിയ വാതിൽ തുറന്നുകൊണ്ട് ലിയോ 14 മാർപ്പാപ്പ നമുക്ക് വേണ്ടി വലിയൊരു പ്രഖ്യാപനം നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. മാതാവിൻ്റെ സഹരക്ഷക എന്ന് വിളിക്കരുത്, അതുപോലെ കൃപയുടെ ഉറവിടമെന്ന് വിളിക്കുന്നത് മാറ്റണം, മധ്യസ്ഥ എന്ന രീതിയിൽ വലിയ വ്യത്യാസമുണ്ടാകണം, ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു തീരുമാനം സഭയുടെ മുകളിൽ നിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, നിങ്ങളുടെ പ്രവചനം സംഭവിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്താ പ്രവചിച്ചേ? കർത്താവേ, ബൈബിളിൽ പറയുന്ന തൊട്ട് സാവൂളും പ്രവാചകനോ എന്ന് പറയുന്ന പോലെ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്താ ബ്രദറെ, എന്ത് പ്രവചനമാണ് ഞാൻ ചെയ്തത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? കത്തോലിക്ക സഭ മാറുമെന്നുള്ള താങ്കളുടെ പ്രവചനം ഇതാ അക്ഷരം പ്രതി സംഭവിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ബ്രദറെ, അത് പ്രവചനമൊന്നുമല്ല, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും പ്രയത്നവും അതിനുവേണ്ടി തന്നെയായിരുന്നു എന്നുള്ളതാണ് സത്യമെന്ന് ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. എന്ത് തന്നെയായാലും അങ്ങനെ ഒരു ടൈറ്റിൽ ഇടുന്നതിന് മുൻപ് ഞാനിങ്ങനെ ഒരു ആലോചന നടത്തിയിരുന്നു ദൈവത്തോട്. എന്താണ് സാധാരണ എല്ലാ വീഡിയോയും ചെയ്യുമ്പോഴും സ്ഥിരമായി ചെയ്യുന്ന പോലെ നമ്മൾ വീഡിയോ ചെയ്യുന്നു, കണ്ടന്റ് ചെയ്യുന്നു, അവസാനം എന്താണ് തംബ്നെയിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഒന്ന് ആലോചിക്കും. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തന്നൊരു ചിന്തയായിരുന്നു കത്തോലിക്ക സഭ മാറും എന്നുള്ളത് ടൈറ്റിലിടുക എന്നുള്ളത്. എന്തായാലും അതിന് വളരെ ചുരുങ്ങിയ മാസങ്ങൾക്ക് മുൻപ് ഇത് സംഭവിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഞാനിതിനെ വളരെ വലിയ രീതിയിൽ പോസിറ്റീവായി ചിന്തിക്കുന്നില്ല എന്നുള്ളത് തുറന്നു പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു ചെറിയ കാലയളവിൽ ഞാൻ വീഡിയോകൾ ചെയ്യാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എൻ്റെ തിരക്കുകളുമാണ്. എന്നാൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് പലരും വിളിച്ച് അഭിപ്രായം പറയുമ്പോഴും ഞാൻ വളരെ സ്ലോ ആയി നിൽക്കുന്നതിൻ്റെ കാരണം എനിക്ക് ഈ തീരുമാനത്തിൽ വലിയ ഭയവും വലിയ ചിന്താകുലവും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം എല്ലാവരും ഇതിനെ ഒരുപക്ഷെ പോസിറ്റീവായിട്ട് കാണുന്നു, വളരെ സന്തോഷത്തോടെ കാണുന്നു. എന്നാൽ ഞാൻ ഇതിൻ്റെ പുറകിൽ ചില ഭയക്കുന്ന മേഖലകൾ കൂടെ കാണുന്നു എന്നുള്ളത് തുറന്നു പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ കാരണം 1-2 കാരണങ്ങളാണ്. നിങ്ങൾ ആരും വിചാരിക്കരുത് കത്തോലിക്ക സഭ ഇത് ആദ്യമായി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ഇതാ അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിക്കരുത്. ഒരിക്കലുമല്ല. സഭ കാലാകാലങ്ങളിൽ കൃത്യമായ രീതിയിൽ പലവിധ തീരുമാനങ്ങൾ വളരെ കൃത്യതയോടുകൂടി തന്നെ ഇന്ന് നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ, തെറ്റായ ആരാധന രീതികൾക്കെതിരെ, അല്ലെങ്കിൽ പ്രാർത്ഥന വൈകല്യങ്ങൾക്കെതിരെ എല്ലാം സഭ കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ തീരുമാനങ്ങൾ സഭയുടേതായിട്ടുണ്ട്. പക്ഷേ അവിടെ സംഭവിക്കുന്നതെല്ലാം എന്തെന്ന് വെച്ചാൽ ഒരിക്കലും അത് ജനങ്ങളുടെ അടുത്തോട്ട് എത്താറില്ല. അതായത് സഭ തീരുമാനമെടുക്കും, കൃത്യമായി ഇതുപോലെയുള്ള പേപ്പൽ ബുള്ളുകളൊക്കെ ഇറക്കും, പക്ഷെ അതൊന്നും ഒരിക്കലും ജനങ്ങളുടെ ഇടയിലേക്ക് എത്താറില്ല. പക്ഷെ ഇത് ഇത്തവണ അത്ഭുതം എന്ന് പറയട്ടെ, സഭ അത് മറച്ചു വയ്ക്കുന്ന രീതികൾ പലപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിലും, അല്ലെങ്കിൽ കേരളത്തിലെ അധികാരികളോ മറ്റധികാരികളൊക്കെ ഇത് പുറത്തോട്ട് എത്താത്ത രീതിയിൽ, ജനങ്ങളിലേക്ക് എത്താത്ത രീതിയിൽ ഇതിന് കാര്യമായ പ്രചരണം കൊടുക്കാതെ മാറ്റി നിർത്തുന്ന പതിവ് കഴിഞ്ഞ കാലങ്ങളായി സഭയിലുണ്ട്. എങ്കിലും ഈ ഒരു വിഷയം വന്നപ്പോൾ ലോകത്തുള്ള സകല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ, മലയാള മനോരമയും മാതൃഭൂമിയും, ഇങ്ങനെയുള്ള നവമാധ്യമങ്ങൾ തുടങ്ങി എല്ലാവിധ രീതിയിലുള്ള, അതായത് ആധുനിക പത്രമാധ്യമങ്ങൾ തുടങ്ങി സോഷ്യൽ മീഡിയ പോലെയുള്ള എല്ലാ എല്ലാവരും ഒരുപോലെ അത് ഏറ്റെടുക്കുകയും പെട്ടെന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും ചെയ്തതിലാണ് എനിക്കിതിൽ പല സംശയമുള്ളത്. കാരണം എത്രയോ തീരുമാനങ്ങൾ സഭ എടുത്തു, അതൊന്നും ചർച്ചയായില്ല, മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിയില്ല. പക്ഷെ ഇത് ചർച്ചയാകണമെന്ന് ആരുടെയൊക്കെയോ ആഗ്രഹമാണ്, ഇഷ്ടമാണ്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആകാം, ദൈവത്തിൻ്റെ ഹിതമാകാം, ദൈവിക തീരുമാനമാകാം. ഞാൻ ഒരിക്കലും അതിനെ മറ്റു രീതിയിൽ കാണുന്നില്ല. പക്ഷേ എങ്കിൽ പോലും കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇത്രയും ആത്മാർത്ഥതയോടെ ഈ വിഷയം എടുക്കുമ്പോൾ ഇത്
ഒരു സംശയത്തിൻ്റെ നിഴൽ കൂടെ ഉള്ളത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൽ ഈ സഭ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, പക്ഷേ ഈ പറയുന്ന മാതാവിനെ കുറിച്ചുള്ളൊരു കാര്യമൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല, ഒരു പത്രവാർത്തയാകേണ്ട ഒരു വിഷയമൊന്നുമല്ല. അപ്പോൾ എന്തുകൊണ്ടത് പത്രവാർത്തയായി? അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു എന്നെ ഭയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വിഷയം. എന്ന് തന്നെയാകട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുൻപും അനേക തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതല്ലാതെ ഇന്ന് ഉണ്ടായ തീരുമാനമല്ല. അപ്പോൾ മുൻപുണ്ടായ 1-2 തീരുമാനങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ രണ്ടാം വത്തിക്കാൻ സുനോദോസിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഫാദർ സേവ്യർ കുടപ്പുഴച്ചൻ എഴുതിയ സഭാവിജ്ഞാനീയം എന്ന പുസ്തകം തന്നെയാണ് നമ്മൾ സ്ഥിരം വായിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ അകത്ത് പേജ് നമ്പർ 673 വിശുദ്ധരോടുള്ള വണക്കത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: തിരുസഭയിൽ പുരാതന കാലം മുതൽ നിലനിൽക്കുന്ന പാരമ്പര്യമാണ് വിശുദ്ധരോടുള്ള വണക്കം. രണ്ടാം വത്തിക്കാൻ കൗൺസിലും ഈ പാരമ്പര്യം അംഗീകരിച്ചുറപ്പിക്കുന്നു. എന്നാൽ വിശുദ്ധരോടുള്ള വണക്കം ദൈവത്തോടുള്ള ആരാധനയ്ക്ക് യാതൊരു കോട്ടവും വരുത്തരുത്. ദൈവത്തിൻ്റെയും മനുഷ്യകുലത്തിൻ്റെയും ഇടയ്ക്കുള്ള ഏക മധ്യസ്ഥൻ രക്ഷകനായ ഈശോ മിശിഹ മാത്രമാണ്. ഈ ഏക മധ്യസ്ഥത്തിന് യാതൊരു മങ്ങലും ഏൽക്കുവാൻ പാടില്ല. മിശിഹായിൽ കേന്ദ്രീകൃതമായിരിക്കണം വിശുദ്ധരോടുള്ള വണക്കം. വഴിയും ജീവനും സത്യവുമായ ഈശോ മിശിഹ പിതാവായ ദൈവത്തിന് മുൻപിൽ നമുക്കായി മധ്യസ്ഥത വഹിക്കുന്നു. അവിടുന്ന് മാത്രമാണ് നമുക്ക് പിതാവിലേക്കുള്ള വഴി. അതായത് രണ്ടാം വത്തിക്കാൻ സുനോദോസ് ഒറ്റ സ്വരത്തിൽ ഒരുപോലെ എടുത്ത തീരുമാനമാണ് ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രം. വിശുദ്ധരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, വണങ്ങുന്നു, ഓക്കെ, അത് ആദിമകാലം മുതലുണ്ട്. പക്ഷേ ആ വിശുദ്ധരെ വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണെന്ന് അസന്നിഗ്ധമായി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഈ 2025 ലിയോ 14 മാർപ്പാപ്പ അല്ല പറഞ്ഞത്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി രണ്ടാം വത്തിക്കാൻ സുനോദോസ് എടുത്ത തീരുമാനമാണ്. ഇത് എത്ര പേര് അറിഞ്ഞു? എത്ര ക്രിസ്ത്യാനികൾക്ക് ഇത് അറിയാം? അറിയില്ല. അപ്പോൾ അതൊക്കെ മറച്ചു വെക്കുകയായിരുന്നു കാലാകാലങ്ങളോളം. ഒരിക്കലും ഇത് വിശ്വാസികളുടെ അടുത്തോട്ട് എത്താത്ത രീതിയിൽ ഇതിനെ മറച്ചു വെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പരസ്യമായി എന്നുള്ളതാണ് സത്യം. ഇനി അതിൻ്റെ തന്നെ അവിടെ കച്ചവടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മളത് ദീർഘിപ്പിക്കുന്നില്ല. 676 പേജിൽ വിശുദ്ധരോടുള്ള വണക്കം സഭ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഉപരി വിപ്ലവങ്ങളായ ഭക്താഭ്യാസങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. അതായത് ഭക്താഭ്യാസങ്ങളുണ്ട്, വിശ്വാസപരമായ തെറ്റായ വശങ്ങൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇങ്ങനെയുള്ള പരിപാടികളെക്കുറിച്ച് ശക്തമായി രണ്ടാം വത്തിക്കാൻ സുനോദോസ് എതിർത്തിട്ടുണ്ട്. എത്ര പേര് ഇത് അറിഞ്ഞു? വീണ്ടും പറയുകയാണ്, ലിറ്റർജി മിശിഹായുടെ പെസഹ രഹസ്യത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അതായത് പ്രാർത്ഥനാ പാരമ്പര്യം ലിറ്റർജിക്കലായിട്ട് നമ്മൾ എവിടെ എന്തെടുക്കുന്നോ അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ക്രിസ്തുവാണ് അതിൻ്റെ കേന്ദ്രം. ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറൊന്നും പാടില്ല. അപ്പം നിങ്ങളൊരു നൊവേനയോ പ്രാർത്ഥന എന്ത് തന്നെയാണെങ്കിലും അത് ക്രിസ്തു കേന്ദ്രീകൃതമല്ലെങ്കിൽ അതൊരിക്കലും സഭ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് രണ്ടാം വത്തിക്കാൻ സുനോദോസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമാണ്. ഇനി ഇതിൽ കേന്ദ്രീകൃതമായ ഒരു ക്രൈസ്തവ ജീവിതത്തിന് രൂപം കൊടുക്കാൻ സാധിക്കാത്തവർക്ക് മാർഗഭ്രംശം ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ. ദേവാലയങ്ങളിലെ ആരാധന ക്രമപരമായ സംവിധാനങ്ങളും ശരിയായ ആധ്യാത്മികതയ്ക്ക് അനുയോജ്യമായിരിക്കണം. രക്ഷകനായ മിശിഹായ്ക്കും അവിടുത്തെ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യപ്പെടുന്ന അൾത്താരയ്ക്കും നൽകേണ്ട പ്രാധാന്യത്തോടൊപ്പമോ അതിനേക്കാൾ ഉപരിയോ പ്രാധാന്യം വിശുദ്ധരുടെയോ അവരുടെ പ്രതിമകൾക്കോ അവരോടുള്ള വണക്കത്തിനോ നൽകുന്നുണ്ടെങ്കിൽ അത് ശരിയായ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതാണെന്ന് സംശയിക്കേണ്ടതില്ല. തന്മൂലം സഭ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നു. നമ്മളെന്താ വായിച്ചത്? വിശുദ്ധരോടുള്ള വണക്കം, അല്ലെങ്കിൽ ഈ വിശുദ്ധരുടെ തിരുസ്വരൂപം എന്നൊക്കെ പറയുന്ന ഈ വിഗ്രഹങ്ങൾ വെച്ചിട്ടുള്ള ഈ വണക്കമോ ബഹുമാനമോ ആരാധന രീതിയോ ഒരിക്കലും ക്രിസ്തുവിനപ്പുറത്തോളം ആകരുത്. നമ്മൾ കാണുന്ന അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞ് വിശുദ്ധരോടുള്ള വണക്കം മാത്രമല്ല, മാതാവിനോടുള്ള ഹൈപ്പർദൂലിയ മാത്രമല്ലാതെ ഇന്ന് കേരള സഭയിൽ എന്താണ് കാണാനുള്ളത്? യേശു ക്രിസ്തു എവിടെയാണ് കേന്ദ്രീകൃതമായി കേരള സഭയിലുള്ളത് എന്നൊരു ചോദ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. അപ്പം ഇത് രണ്ടാം വത്തിക്കാൻ സുനോദോസിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സഭ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ആരും ഇതറിയില്ല. അറിയാതിരിക്കാൻ നേതൃത്വം വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കാണുന്നതുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇത്തവണ സോഷ്യൽ മീഡിയ അത് പരസ്യമാക്കി ജനത്തിൻ്റെ മുൻപിൽ ചെന്നു എന്നുള്ളതാണ് സത്യം. ഇനി അടുത്ത പാരഗ്രാഫ് കൂടി വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അടുത്ത പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. വിഗ്രഹങ്ങളുടെ എണ്ണം
എന്നാൽ അവയുടെ എണ്ണം മിതപ്പെടുത്തുകയും അവയുടെ ആനുപാതികമായ സ്ഥാനക്രമം ശരിയായി പാലിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ വിശ്വാസികൾ തെറ്റായ ഭക്തി പുലർത്തുന്നവരും സംശയാലുക്കളുമായി തീരാനിടയുണ്ട്. അതായത് ഈ പറയുന്ന, ഞാൻ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നു, ഇവിടെ സ്വരൂപങ്ങളെന്നോ അല്ലെങ്കിൽ രൂപങ്ങളെന്നോ പ്രതിമകളെന്നോ ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പ്രതിമകളുടെ ആനുപാതികമായ എണ്ണം കുറയ്ക്കണം, അവയുടെ എണ്ണം മിതപ്പെടുത്തണം. രണ്ടാം വത്തിക്കാൻ സൂനോസിന്റെ തീരുമാനമാണ്. ചർച്ചുകളിൽ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിമകൾ, ആനുപാതികമായി പ്രതിമകൾ കുറയ്ക്കണമെന്ന തീരുമാനം 1960 തന്നെ വന്നതാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വന്നതാണ്. നിങ്ങളത് പരിശോധിച്ച് നോക്കുക. കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പുതിയ ദേവാലയങ്ങൾ പണിയപ്പെടുമ്പോൾ അവിടെയല്ലേ ഈ പറയുന്ന പ്രതിമകളുടെ അതിപ്രസരം നമ്മുടെ ഇടവകകളിലേക്ക്, ദേവാലയങ്ങളിലേക്ക് കടന്നു വന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാനായിരിക്കുന്ന ഇടവകയിൽ ആകെയുള്ളത് ഒരു ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ഒരു വലിയ അത് പെയിൻറ്റിങ് ആയിരുന്നു ആൽത്താരയുടെ പുറകിൽ. പിന്നെ ആകെ വലത് സൈഡിൽ ഒരു ഉണ്ണീശയുടെ ഒരു ചെറിയ പ്രതിമയും ഇടത് സൈഡിൽ ഒരു മാതാവിൻ്റെ ചെറിയ പ്രതിമയും, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് എൻ്റെ ദേവാലയത്തിൽ ഔസേപ്പിതാവ് തുടങ്ങി സെബസ്ത്യാനോസ് പുണ്യാളൻ തുടങ്ങി ഇന്ന് സകലമാന വിഗ്രഹങ്ങളും ഈ ദേവാലയത്തിൻ്റെ അകത്തോട്ട് കയറിക്കൂടി, അൽത്താരയിലും സൈഡിലും. ഇനി ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഈ തീരുമാനം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ കുർബാന തർക്കം വന്നപ്പോൾ കൽദായവാദം എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടിത്താത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയായിരുന്നു. അൾത്താരകളിൽ നിന്നും പ്രതിമകൾ നീക്കം ചെയ്യണം, അൾത്താരകൾക്ക് പുറത്തായിരിക്കണം. അതായത് പ്രധാന അൾത്താരയിൽ യാതൊരുവിധ പ്രതിമയും ഉപയോഗിക്കരുത്, അതിന് പുറത്തായിരിക്കണം ഇത്തരം പ്രതിമകൾ ഉണ്ടായിരിക്കേണ്ടത് എന്ന തീരുമാനം കൂടി വന്നു. അതിനെ നമ്മൾ കേരള സഭ ഹൈജാക്ക് ചെയ്തു. ഇതൊന്നും സത്യത്തിൽ കേരളത്തിലെ ഒരു വിശ്വാസിയും അറിയാൻ പോകുന്നില്ല. രണ്ടാം വത്തിക്കാൻ സൂനകദോസിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, പ്രതിമകളുടെ ആനുപാതികമായ എണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ വിശ്വാസികൾ വഴിതെറ്റിപ്പോകും. ആരറിഞ്ഞു ഈ തീരുമാനം? എത്ര പേര് മനസ്സിലാക്കി ഈ തീരുമാനം? ഒരിക്കലും നിങ്ങൾ അറിയാതിരിക്കാൻ കൃത്യമായ അടവുകൾ പയറ്റുന്നവരാണ് നമ്മുടെ നേതൃത്വമെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇത്തവണ ഈ പ്രാവശ്യം യാതൊരു വിധത്തിലും ഒരു അഭ്യാസവും നടന്നില്ല. ലോകത്തിലെ സകല മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു, അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞു വരെ അത് കേട്ടു എന്നുള്ളത് വളരെ വളരെ വ്യക്തമായ സത്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. പക്ഷേ ഇതൊരിക്കലും ഞാനൊരു വലിയ സന്തോഷമായി ഞാൻ കരുതുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. അത് അവസാനത്തേക്ക് ഞാൻ പറയാം. ഇനി ഈ പുസ്തകം തന്നെ 677 പേജിൽ അവിടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനകൾക്കോ ഈശോ മിശിഹായുടെ രൂപത്തെക്കാളോ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ വിശുദ്ധരുടെ പ്രതിമകളോ രൂപങ്ങളോ വച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാധനാലയത്തിൽ ദൈവപുത്രനായ ഈശോയ്ക്ക് നൽകേണ്ട പരമ അധ്യക്ഷ സ്ഥാനത്തിന് ചേർന്നതാണെന്ന് തോന്നുന്നില്ല. അതായത് ശരിയല്ല. ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താരയിൽ ഒരു വിഗ്രഹമോ ഒരു സ്വരൂപമോ ഒരു പ്രതിമയോ പാടില്ല എന്ന തീരുമാനമെടുത്തത് രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. ഇവിടെ എത്ര ദേവാലയങ്ങളിൽ അറിഞ്ഞു, എത്ര പേരോട് പ്രാവർത്തികമാക്കി? ഒരിക്കലും അത് പ്രാവർത്തികമാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ ഈ തീരുമാനവും യാതൊരു വിധത്തിലും പ്രാവർത്തികമാക്കുമെന്ന് നിങ്ങൾ ഒരാൾ പോലും സ്വപ്നം കാണണ്ട. അതായത് മാതാവാണ് ഏക മധ്യസ്ഥ എന്ന് മാർപ്പാപ്പ പറഞ്ഞു, തീർച്ചയായിട്ടും പറഞ്ഞു. അപ്പൊ സംഭവിക്കുമോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മധ്യസ്ഥം എങ്ങനെയായിരിക്കണം? ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം എന്ന് പറഞ്ഞു. കൃപയുടെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരള സഭയിൽ പണ്ട് എങ്ങനെയായിരുന്നോ കൂടുതൽ വഷളാകുമെന്നല്ലാതെ ഒരിക്കലും ഇതിന് നല്ലൊരു കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് രണ്ടാം വത്തിക്കാൻ സൂനകദോസിലൂടെ വന്ന തീരുമാനങ്ങൾ കഴിഞ്ഞ 65 വർഷമായിട്ട് ഒരല്പം പോലും വിരലനക്കാത്ത ഇവർ ഇനി ഇപ്പോഴും ഒന്നും നടത്തുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ഇനി ഈ പുസ്തകത്തിലെ 1-2 കാര്യം കൂടെ വായിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചില പ്രതിമകൾക്കോട് കാട്ടുന്ന വികാര തീവ്രത വിഗ്രഹാരാധനയുടെ തലത്തിലേക്ക് അധപതിക്കുന്നില്ലേ എന്ന് തോന്നാവുന്നതാണ്. ക്ലോപ്പൻബർഗ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ക്ലോപ്പൻബർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇക്കാര്യം വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതിനെ കുറിച്ച് ഈ പുസ്തകം പറയുന്നു. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഈ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകം നമുക്ക് മുൻപിൽ വയ്ക്കുന്ന ഒരുപാട് മേഖലകൾ. ഉപരിവിപ്ലവമാണെന്നുള്ളതാണ് ഈ ഭക്താഭ്യാസങ്ങളെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ സൂനോദോസ് എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നെ തല്ലണ്ട അമ്മാവ,
ഞാൻ നന്നാവില്ല എന്നുള്ളതായിരിക്കും ഇനിയും ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്രയും ഇൻട്രസ്റ്റ് എടുത്ത് ഈ വിഷയം ദൈവജനത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചത് പോലും ഒരു പോസിറ്റീവായി കാണുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മളെല്ലാം ഒരു തെറ്റായ ധാരണയുണ്ട്. സഭ പല രീതിയിൽ വിഭജിക്കപ്പെട്ടു. അതായത് പാശ്ചാത്യ പൗരസ്ത്യ സഭ എന്ന രീതിയിൽ വിഭജിക്കപ്പെട്ടു. ഇന്ന് യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ, കോപ്റ്റിക് സഭകൾ, എത്യോപ്യൻ ഓർത്തഡോക്സ് സഭകൾ, ഇങ്ങനെ പലവിധ സഭകളായി ഇന്ന് സഭ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണം തിയോളജിക്കലായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം. പ്രധാനപ്പെട്ട ദൈവശാസ്ത്രപരമായ പല ആശയപരമായ പല വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകമായി ആംഗ്ലിക്കൻ സഭയുടെ വിഭജനത്തെക്കുറിച്ചും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തെക്കുറിച്ചൊക്കെ ഒരു പരിധിവരെ ഇന്ന് കേരള സഭയ്ക്കുള്ള അറിവുകൾ വളരെ തുച്ഛവും തുലവുമാണ്. അത് തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുമാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു രാജാവിന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആംഗ്ലിക്കൻ സഭ പുറത്തോട്ട് പോയി. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ അവസ്ഥയിൽ സഭയെ രണ്ടായിട്ട് വിഭജിച്ച് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം സംഭവിച്ചു എന്നൊക്കെ ആയിരിക്കും ഒരു പരിധിവരെ കത്തോലിക്കരായിട്ടുള്ള നമ്മൾ മുഴുവൻ പഠിച്ചിരിക്കുന്നത്. ഞാൻ അതിനെയൊന്നും തിരുത്താനല്ല ഇപ്പോൾ പോകുന്നത്. ആദ്യത്തെ സഭയുടെ വിഭജനം എവിടെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു അറിവ് ചില പുസ്തകങ്ങളിൽ നിന്നും പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അതിനുവേണ്ടി നമ്മളൊരു പുസ്തകം എടുക്കുകയാണ്. സാർവത്രിക സൂനകദോസലെ കുറിച്ചിട്ടുള്ള നിക്ക 1 മുതൽ വത്തിക്കാൻ 2 വരെയുള്ള ചില തീരുമാനങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്, സാർവത്രിക സൂനകദോസ്. ഇതിൻ്റെ നമ്മൾ എടുക്കുമ്പം ഏകദേശം 103-ാമത്തെ പേജിൽ ഒത്തിരി കാര്യങ്ങൾ കൗൺസിലുകളെ കുറിച്ച് പറഞ്ഞപ്പം ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കൗൺസിൽ എഫേസസ് കൗൺസിലിനെ കുറിച്ച് ഇവിടെ ഒത്തിരി മുൻപ് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് തന്നെ നമ്മൾ പേജ് നമ്പർ 103 പറയുന്ന സിറിലും നെസ്തോറിയനിസവും എന്ന് പറയുന്നൊരു വിഷയം നമ്മളൊന്ന് പെട്ടെന്ന് വായിക്കുക. പുരാതന സഭയിലെ 2 പ്രമുഖ നഗരങ്ങളിലെ അധ്യക്ഷന്മാരായിരുന്നു സിറിലും നെസ്തോറിയസും. സിറിൽ അലക്സാണ്ട്രിയയുടെയും നെസ്തോറിയൻ ആന്ത്യോക്യയുടെയും വക്താക്കളായിരുന്നു. സിറിൽ ഏക വ്യക്തിത്വത്തിനും നെസ്തോറിയസ് ഇരു സ്വഭാവങ്ങൾക്കും ഊന്നൽ കൊടുത്തു. പരസ്പര പൂരകങ്ങളായിരുന്നു അവരുടെ ക്രിസ്തു ശാസ്ത്രങ്ങൾ. അതായത് ഒന്നിനെ എതിർക്കുന്നതല്ല, രണ്ടും ഒരു ട്രെയിനിൻ്റെ 2 പാളങ്ങൾ എന്ന പോലെ തന്നെ പരസ്പര പൂരകങ്ങളായി പോകുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ 5-ാം നൂറ്റാണ്ടിലെ സഭാ രാഷ്ട്രീയത്തിൽ നെസ്തോറിയൻസിൻ്റെ ക്രിസ്തുശാസ്ത്രം പാഷണ്ഡതയായി സിറിലിനേത് സത്യപ്രബോധനമായും തീരുമാനിക്കപ്പെട്ടു. അതായത് എഫേസസ് സൂനകദോസിൽ ഒരാൾ പറയുന്നത് പാഷണ്ഡതയാണെന്നും ഒരാൾ പറയുന്നത് സത്യവിശ്വാസമാണെന്നും പ്രഖ്യാപിച്ചു. ഇതാകട്ടെ രാഷ്ട്രീയ പ്രശ്നമായിരുന്നു. അതായത് അന്ത്യോക്യയും അലക്സാണ്ട്രിയയും തമ്മിലുള്ള അധികാര പിടിവലിയുടെ പര്യവസാനമായിരുന്നു ഈ സംഭവം എന്നാണ് ഈ പുസ്തകം വിലയിരുത്തുന്നത്. ഇനി ആ വിഷയം എന്താണ് എന്നുള്ളത് കൂടെ നമ്മളത് പരിശോധിച്ചാൽ വളരെ കൗതുകകരമായൊരു സത്യം, മാതാവിനെ കുറിച്ചുള്ള ഒരു വിഷയമായിരുന്നു. അതായത് മാതാവിനെ തിയോടോക്കോസ് എന്ന് വിളിക്കുന്നോ ക്രിസ്റ്റോടോക്കോസ് എന്ന് വിളിക്കുന്നതാണോ ശരി എന്നുള്ളതായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. സിറിൽ പറയുന്നു തിയോടോക്കോസ് എന്ന് വിളിക്കണം, ദൈവമാതാവ് എന്ന് മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മലയാളം അങ്ങനെയല്ല. തിയോടോക്കോസ് എന്ന് പറഞ്ഞാൽ തിയോ ടോക്കോസ് എന്ന് പറഞ്ഞാൽ, തിയോ എന്ന് പറഞ്ഞാൽ ദൈവം എന്നും ടോക്കോസ് എന്ന് പറഞ്ഞാൽ വഹിക്കുക, ദൈവത്തെ വഹിച്ചവൾ എന്നർത്ഥമാണ് യഥാർത്ഥത്തിൽ മലയാളത്തിലേക്ക് വരേണ്ടത്. എന്നാൽ ദൈവമാതാവ് എന്നാണ് നമ്മളോട് വിളിക്കുന്നത്. ഓക്കെ, എന്തുവാകട്ടെ, ക്രിസ്റ്റോടോക്കോസ് അതായത് ക്രിസ്തുവിനെ വഹിച്ചവൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മാതാവ് എന്നുള്ളതായിരുന്നു നെസ്തോറിയൻ കൊണ്ടുവന്ന വാദം. എന്നാൽ സിറിൽ പറയുന്നു അല്ല, തിയോടോക്കോസ് എന്ന് വിളിക്കണം. ഇത് 2 പേരും തമ്മിലുള്ള വലിയ തർക്കങ്ങൾക്കും വലിയ വാദങ്ങൾക്കും ഇടയാക്കി എഫേസോസ് ഒരു സൂനോദോസ് വിളിച്ചുകൂട്ടി. AD 429 മുതൽ 30 ആ കാലഘട്ടത്തിൽ ഒരു സൂനോദോസ് വിളിച്ചു കൂട്ടുകയും അതിൽ നെസ്തോറിയൻ പഠിപ്പിക്കുന്നത് പാഷണ്ഡതയാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് നെസ്തോറിയനെ പാഷണ്ഡി എന്ന് വിളിച്ചുകൊണ്ട് പുറത്താക്കുന്ന തീരുമാനങ്ങളുണ്ടായി. സിറിൽ ഒരു വിശുദ്ധ പദവിയേക്കും സിറിൽ മാറ്റപ്പെട്ടു. നമ്മൾ വിചാരിക്കരുത് സഭയുടെ ആദ്യ വിഭജനം വന്നത് മറ്റെന്തെങ്കിലും വിഷയമാണെന്ന് അല്ല. മരിയൻ തിയോളജി ആയിരുന്നു സഭയുടെ വിഭജനത്തിൻ്റെ ആദ്യത്തെ പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട വിഭജനത്തിൻ്റെ 1ാമത്തെ തലം അവിടെ നടന്നു കഴിഞ്ഞു. പ്രകടമായി സഭ 2 വഴിക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് പാശ്ചാത്യ പൗരസ്ത്യ സഭ ഇപ്പോൾ അലക്സാണ്ട്രിയനും അല്ലെങ്കിൽ അന്ത്യോക്യൻ സഭകളും 2ആയി വിഭജിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ പരസ്പര പൂരകങ്ങളായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടെ തന്നെ ഈ സഭ 2ആയി അന്ന് വിഭജിക്കപ്പെടുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. ഏകദേശം 7-ാം നൂറ്റാണ്ടോടുകൂടെ വന്നപ്പോൾ ഐക്കണോക്ലാസം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് വന്നപ്പോൾ അത് കൂടുതൽ രൂക്ഷമാവുകയും
11-ാം നൂറ്റാണ്ടോടുകൂടെ അത് പൂർണ്ണമായി രണ്ടാക്കി മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. കാലാകാലങ്ങൾ എടുത്തിട്ടാണെങ്കിലും ഇതിൻ്റെ ആത്യന്തികമായ മൂല കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മരിയൻ തിയോളജിക്കൽ വശമായിരുന്നു. അത് ക്രിസ്റ്റോട്ടോക്കോസ് തിയോട്ടോക്കോസ് എന്ന് പറയുന്ന വലിയൊരു കാര്യമായിരുന്നു ആദ്യത്തെ തർക്ക വിഷയം. നമ്മളൊരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ളൊരു വിഷയമാണോ ഇത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പം മറിയം തിയോട്ടോക്കോസ് ആകട്ടെ, ക്രിസ്റ്റോട്ടോക്കോസ് ആകട്ടെ, ദൈവമാതാവാകട്ടെ, നിത്യകന്യകയാകട്ടെ, അമലോത്ഭവയാകട്ടെ, സ്വർഗാരോപിതയാകട്ടെ, എന്തുമാകട്ടെ, 4 പ്രധാനപ്പെട്ട മരിയൻ ഡോക്മകളാണ് നമുക്കുള്ളത്. ഈ 4 ഡോക്മ ശരിയോ തെറ്റോ തർക്കങ്ങളോ ഉണ്ടാവുകയില്ല. എന്ത് തന്നെയാകട്ടെ, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല, ഒരു സ്ഥലവും ഞാൻ പറയുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും എൻ്റെ രക്ഷയ്ക്ക് എവിടെയാണ് ഇതിന് സ്വാധീനിക്കാൻ കഴിയുക? ക്രിസ്തു ഏക മധ്യസ്ഥൻ എന്ന് പറയുകയും ഏകരക്ഷകൻ ക്രിസ്തു മാത്രം, സ്വർഗത്തിലേക്കുള്ള വാതിൽ ക്രിസ്തു മാത്രം, ക്രിസ്തുവാണ് സകലത്തിൻ്റെയും അടിസ്ഥാനമെന്ന് വിശുദ്ധ ബൈബിളും സഭയും പറയുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: മാതാവ് ദൈവമാതാവ് എന്ന് വിളിച്ചാലും ഇല്ലെങ്കിലും അതെൻ്റെ രക്ഷയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ തടസ്സമോ പ്രതിസന്ധിയോ ആകുമോ ഇല്ലയോ? മാതാവ് നിത്യകന്യക, മാതാവിന് മറ്റു മക്കളുണ്ടോ ഇല്ല, ഇതൊന്നുമല്ല, ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല. മാതാവിന് വേറെ മക്കളില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശുദ്ധ ബൈബിൾ വെച്ചിട്ട് എൻ്റെ പഠനവും അത് തന്നെയാണ്. അത് പറയാൻ എനിക്ക് ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. അത് മാതാവിൻ്റെ അർദ്ധ സഹോദരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ യേശുവിൻ്റെ അർദ്ധ സഹോദരങ്ങളെക്കുറിച്ചാണ് മറ്റ് സഹോദരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വിശുദ്ധ ബൈബിൾ പരിശോധിക്കുന്ന, നിഷ്പക്ഷമായി പരിശോധിക്കുന്ന ഏത് വ്യക്തിക്ക് മനസ്സിലാകുന്ന കാര്യം. ഞാനതിൽ തർക്കിക്കാനില്ല, ഓക്കെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്: മാതാവിന് യേശുവിന് സഹോദരങ്ങൾ ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ, മാതാവിന് വേറെ മക്കൾ ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ, വാട്ടെവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ രക്ഷയ്ക്ക് ഇത് തടസ്സമാകുന്നത് എങ്ങനെ? നമ്മുടെ രക്ഷയ്ക്ക് ഇത് കാരണമാകുന്നത് എങ്ങനെ? മരിയൻ തിയോളജിക്കൽ, മരിയൻ ഡോക്മകൾ, ഈ 4 ഡോക്മയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരുവൻ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്താലും അവൻ്റെ രക്ഷയ്ക്ക് ഇത് തടസ്സമാകുമോ? ഏതെങ്കിലും വിധത്തിൽ അവൻ്റെ രക്ഷയ്ക്ക് ഇത് ബാധകമാകുമോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ, ക്രിസ്തുവാണ് എൻ്റെ മധ്യസ്ഥൻ, ക്രിസ്തുവാണ് എൻ്റെ വാതിൽ, ക്രിസ്തുവാണ് എൻ്റെ ദൈവത്തിലേക്കുള്ള വഴിയെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ആവശ്യമില്ലാത്ത അനാവശ്യമായ തർക്കങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത്? ഈ ചോദ്യം നമ്മൾ പ്രധാനമായിട്ട് എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. എഫേസോസ് സൂനോദോസിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കടന്നു വന്നത് ഈ ഒരു മരിയൻ വിഷയത്തിലാണ്. വിഭജനത്തിൻ്റെ ആദ്യത്തെ പടി സഭയിൽ വന്നത്. സഭയെ വിഭജിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ, സഭയെ വിഭജിക്കാൻ കാരണമായത് എന്ത് വിഷയമാണെന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, ആദ്യത്തെ കല്ലുകടി തുടങ്ങുന്നത് ഈ മരിയൻ ഡോക്മയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് 2025 ലിയോ 14 മാർപ്പാപ്പയുടെ ഈ ഒരു തീരുമാനത്തെ ഞാൻ ഒരിക്കലും പോസിറ്റീവായി കാണുന്നില്ല. തീരുമാനം നല്ലത് തന്നെ, പക്ഷേ ആ തീരുമാനം ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ വൈറലായത്, പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഇത്രത്തോളം സംസാര വിഷയമായത് പുതിയൊരു വിഭജനത്തിന് വഴി തെളിയിക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു, എന്ന് ഞാൻ സംശയിക്കുന്നു. വിശ്വാസികൾ വഴിതെറ്റിപ്പോകുമോ എന്നൊരു ഭയം എൻ്റെ ഹൃദയത്തിൽ ആഴമായിട്ടുണ്ട്. ഓരോ വിശ്വാസികളെക്കുറിച്ചും ഓരോ ദൈവജനത്തെക്കുറിച്ചും വേദനിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. അതായത് വഴിതെറ്റിപ്പോകുന്ന വിശ്വാസിയെക്കുറിച്ച് നിൻ്റെ ഹൃദയത്തിൽ നൊമ്പരമുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് വേദനയുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ചിന്താവിഷയം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങൾക്കിതൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കത്തില്ല. എന്തു തന്നെ ആകട്ടെ, മാർപ്പാപ്പയുടെ തീരുമാനം നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു, സ്വീകരിക്കുന്നു. കേരള സഭയിൽ മാറ്റമുണ്ടാകട്ടെ, കത്തോലിക്ക സഭയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. കാലാകാലങ്ങളിൽ സഭ എടുത്ത ഇതുപോലത്തെ വളരെ നല്ല രീതിയിലുള്ള തീരുമാനം വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന 1 തിമോത്തിയോസ് അതിൻ്റെ 2-ാം അധ്യായം 5-ാം വാക്യം എന്തെന്നാൽ, ഒരേ ഒരു മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്റ്റോസെൻട്രിക്കായി നമ്മുടെ വിശ്വാസികൾ മാറട്ടെ. ക്രിസ്തു കേന്ദ്രീകൃതമായ ആരാധനാ രീതികൾ, ലിറ്റർജിക്കൽ കാര്യങ്ങൾ, സകലതും തിയോളജിക്കൽ എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാകട്ടെ. ക്രിസ്തുവിലല്ലാതെ മറ്റൊന്നിലും സന്തോഷിക്കാൻ ഇടവരുത്താതെ ദൈവജനം വളരട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയോടെ ഈ ഒരു തീരുമാനം കേരള സഭ ഏറ്റെടുക്കട്ടെ എന്ന സന്തോഷത്തോടെ, ആ ഒരു പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു.